മൂന്നാല് ദിവസം ആരോടും ഒന്നും ഞാൻ പറഞ്ഞു. പത്രത്തിൽ ദിവസവും ഇരട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ. ഞാൻ കണ്ട സത്യം ഏറെ നാൾ മനസ്സിൽ ഒളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആദ്യം സെമിനാരിയിലെ പ്രിൻസിപ്പൽ അച്ഛനോട്, പിന്നീട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. എന്നെ കാണാൻ വലിയ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ വന്നത് മറ്റൊരാൾ. ഇന്ന് ഞാനിതിന് 5 ലക്ഷം രൂപയാണ് വിലയിരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഷമ്മാശൻ സാക്ഷി പറഞ്ഞാൽ കോടതിയല്ലേ? പക്ഷെ മറുത്ത് സാക്ഷി പറഞ്ഞാൽ ഞാൻ ഷമ്മാശനെ സൃഷ്ടിക്കും. ഒരുപാട് ചോര കണ്ട, പക്ഷെ ഒരു പുരോഹിതന്റെ രക്തം ഇതിൽ പുരളരുത്. എനിക്കത് നിർബന്ധമുണ്ട്. പൊയ്ക്കോളൂ. ഇപ്പോ ഭയത്തേക്കാളേറെ വാശിയാണ് എനിക്ക് തോന്നിയത്. എന്ത് വന്നാലും സാക്ഷി പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പോലീസിനെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നരസിംഹ മന്നാടിയാരെ ഞാൻ വിവരം അറിയിച്ചത്. പോലീസിന് സത്യം ഹൈദറാണ്. അതുകൊണ്ടാണല്ലോ എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഹൈദർ തന്നെ വന്നു. ഹോം മിനിസ്റ്റർക്കും ഐ ജിക്കും എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ മന്നാടിയാരോട്. അതുകൊണ്ടാണ് ഒന്ന് കാണണമെന്നും പറഞ്ഞ് മന്നാടിയാർക്ക് ഞാൻ പോകുന്നു. ഹൈദർക്ക് പ്രത്യേകിച്ച് വീരസിംഹം പറയുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ എന്താ ഐഡന്റിഫിക്കേഷൻ പരേഡും വേണ്ട. ഹൈദറെ എനിക്ക് തിരിച്ചറിയാം. കോർട്ടിൽ ഷമ്മാശൻ ഐ വിറ്റ്നസ് ആവുമ്പോൾ അതിന് വിലയുണ്ട്. പക്ഷെ ആ സത്യം പറയുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിക്കാം. ഹൈദർക്കെതിരെ അറസ്റ്റ് വാറണ്ടായി. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ഹൈദർ മുങ്ങി. ഇന്ത്യ ഒട്ടുക്ക് ഹൈദർക്ക് വേണ്ടി പോലീസ് വലവീശി. അയാളെക്കുറിച്ച് വിവരം കൊടുക്കുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും അയാൾ കുടുങ്ങിയില്ല. അവസാനം മന്നാടിയാർ തന്നെ വേണ്ടി വന്നു ഹൈദറെ തേടിപ്പിടിക്കും. ഹൈദറുടെ താവളമൊക്കെ നിനക്ക് പരിചയം അറിയാം. പക്ഷേ ഇവിടെ നിന്നും ഹൈദർ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ഇനി വിദേശത്തേക്ക് വിട്ടുകിടന്നിട്ടുണ്ടാവും. പോലീസിനെ പറയാൻ നിന്റെ വിടുന്നവനല്ല ഹൈദർ. ഒരു സ്ഥലമുണ്ട്. MLA കുട്ടിനായർ ഹൈദറിന് അടുത്ത സുഹൃത്താണ്. കുറച്ചു കാലം മുമ്പ് കുലശേഖരത്തിനടുത്തൊരു എസ്റ്റേറ്റ് ഹൈദർ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആ സ്ഥലം അറിയാം? അറിയാം. ആ നാസറെ, എല്ലായിടത്തും ഒരു കണ്ണു വേണം. ഇക്കാ തനിച്ചേ ഉള്ളൂ, അറിയാലോ. ഞങ്ങൾ നാളെ രാവിലെ വരും. ശരി. സൂക്ഷിച്ചോണേ.
നമ്മുടെ ഈ സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പേക്ക് ഇവിടെ നിർത്തിപ്പെടണം. ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്ത്യ ഒട്ടുക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിൽ 1.5 ലക്ഷത്തോളം പോലീസുകാരും നാറാകെ ഒഴുതു മുറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവർക്ക് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിന് കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഹൈദരുടെ ശമ്പളം വാങ്ങിക്കുന്നവരല്ലേ ഹൈദരെ കിട്ടുക. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് മൂക്കിന്റെ കുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരെ സംരക്ഷിച്ചു. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാര്യം ഭാരമുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവരല്ലേ നീ? ജനങ്ങളുടെ വിവരക്കേടുകൊണ്ടൊരു MLA 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാനിച്ചിരുന്ന എന്റെ ഡ്രൈവർ, അതിനു മുമ്പ് ആ കുടുംബത്തിന് അരിവപ്പുകളുടെ സഹായി കേക്കുട്ടി, അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിഞ്ഞിട്ടും എന്ന് പത്രത്തിൽ വാർത്ത കൊടുത്തു. നരസിംഹം എനിക്ക് അംഗീകരിച്ചപ്പോ ഒരു സിംഹം എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് ആയുസിന് വേണ്ടി